നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് വളരെ ചെറിയ റീഡിങ് എടുക്കാം. എപ്പോഴും ലോങ് റീഡിങ് ഇട്ടാലും നിങ്ങൾ ബോറാം. ഓക്കെ, സോ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താ നോക്കാം. ഓക്കെ, അവർ നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് തന്നെയായാലും ശരി. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കൺഫ്യൂഷൻ. ഐ മീൻ ഡയലമ വെദർ ഇറ്റ്സ് യെസ് ഓർ നോ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ലേശം കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ. ഒന്ന് ഇറ്റ്സ് എ യെസ് ഓർ നോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടൊരു വെയിറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐ തിങ്ക് അവരുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ്റെ കാര്യമായിരിക്കാം. ദറ്റ് ഈ സിറ്റുവേഷനിൽ എന്താണ് വേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണോ വേണ്ടേ, വോട്ടെവർ ഒരു യെസ് ഓർ നോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഈ ബന്ധത്തിൽ എന്താണ് മുന്നോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷനായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ. ഓക്കെ, അട്രാക്ഷൻ. ഐ എം ഫാസിനേറ്റഡ് വിത്ത് യുവർ ബ്യൂട്ടി ബട്ട് നോട്ട് സീരിയസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ഇതിപ്പോഴത്തെ കാര്യമായിട്ടല്ല എനിക്ക് തോന്നുന്നത്, നിങ്ങളോടുള്ള സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓക്കെ അവർ നിങ്ങളോട് അടുത്ത് പോകും. അവർ ആദ്യം ഒരു അട്രാക്ഷൻ കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോഴും അവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത് ഇതുകൊണ്ടുമായിരിക്കാം. ദാറ്റ് ഇപ്പോൾ അത് സീരിയസ് ആയിട്ട് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അവർക്ക് ഇപ്പോഴും ഒരു ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അതൊരു അട്രാക്ഷൻ മാത്രമാണോ, അതുകൊണ്ടാണോ എനിക്കിങ്ങനെ തോന്നുന്നത്, അതായത് ഞാനിങ്ങനെ നിങ്ങളെ വിളിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം കാണണം എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർക്കൊരു ഡൗട്ട് അവരുടെ ഉള്ളിൽ വരുന്നത് ഇതൊരു അട്രാക്ഷൻ ബേസ്ഡ് മാത്രമാണോ, അതോ ശരിക്കും സീരിയസ് ആയിട്ട് ശരിക്കും എനിക്ക് അങ്ങനെയും അത്രയും സീരിയസ് ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന രീതിക്കുള്ള ഒരു കൺഫ്യൂഷനൊക്കെയാണ് വരുന്നത്. ആക്ച്വലി നിങ്ങളുടെ ബ്യൂട്ടിയിൽ അട്രാക്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു. സോറി, വൈബ്രേഷൻ. ദർ ഇസ് സംതിങ് ദാറ്റ് കണക്ട്സ് അസ് ഓൾ ദ ടൈം. സി, ഇതാണ് ഞാൻ പറഞ്ഞത്. സോ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പുൾ ഫീൽ ചെയ്യുമ്പോൾ, നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, ആ ഒരു വൈബ്രേഷൻ വളരെ സ്ട്രോങ് കണക്ഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു വളരെയധികം ഒരു പുൾ എന്ന് പറയില്ലേ, അത് ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് ആ സോൾ ടു സോളാണ് അത് കണക്ഷൻ വരുന്നത്. പക്ഷെ അവർക്ക് അതുകൊണ്ടാണ് അവർക്കൊരു ഡൗട്ട് ഇടയിൽ കയറി വരുന്നത്. ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീലിംഗ് ഇങ്ങനെ വരുമ്പോൾ, ഇത്ര സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡോടെ ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ അവരത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് യെസ്, എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നു, ബട്ട് കാരണം എനിക്കൊരു സ്ട്രോങ് പുൾ ഫീൽ ചെയ്യുന്നു. സോ വൈ, അതൊരു അട്രാക്ഷൻ ആണോ എന്ന് അവർ ചിന്തിച്ചു പോവാണ്. ഇംപേഷ്യൻസ്. ലൈഫ് ഇസ് ടു ഷോർട്ട് ടു വെയിറ്റ് ഡൈങ് ടു മീറ്റ് യു. ഓക്കെ, സി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്യുന്നു. ഫോൺ എടുത്ത് പിടിച്ചിട്ടുണ്ട്, മെസ്സേജ് അയക്കാൻ നിൽക്കുന്ന പോലെയാണ്. കരയുന്നതായിട്ട് കാണുന്നുണ്ട്. കരഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ ഉള്ളിലുണ്ട് ആ ആഗ്രഹം. അവർ പറയുന്ന ലൈഫ് ഇസ് ടു ഷോർട്ട് ടു വെയിറ്റ് എന്ന് പറയുന്നുണ്ട്, ഡൈങ് ടു മീറ്റ് യു. ഓക്കെ, സോ എവിടെയോ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഞാൻ മറ്റേ ജനറൽ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, പല സ്ഥലത്തും പല പ്രോബ്ലംസും ഉണ്ട് ആൻഡ് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും നിങ്ങളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ആൻഡ് സോ മേ ബി ഈ സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ലൈഫ് ഇസ് ടു ഷോർട്ട് അല്ലേ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഷോർട്ടാണ്. സോ അതുകൊണ്ട് മേ ബി അവർക്ക് ഇപ്പോൾ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും ദാറ്റ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഡിപ്പാർച്ചർ. ഐ എം ലീവിങ് ഫ്രം യുവർ ലൈഫ് ഫോർ മെനി റീസൺസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ വിട്ട് മാറും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച വന്ന് കാണാം, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം. സോ ഇവിടെ പേഴ്സൺ പറയുന്നത് ഐ എം ലീവിങ് ഫ്രം യുവർ ലൈഫ് ഫോർ മെനി റീസൺസ് എന്ന് പറയുന്നുണ്ട്. അതായത് പല കാരണങ്ങളും കൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നത് എന്ന് പറയുന്നു. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുമായിരിക്കാം. ഓക്കെ, അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ എന്ന രീതിക്കല്ല, പക്ഷെ എവിടെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ ആൻഡ് ആ ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഉണ്ട്. സോ എവിടെയോ ചില കാര്യങ്ങൾ ചില റീസൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കിട്ടിയാൽ നോക്കാം. ലോയൽറ്റി. ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ്, ജസ്റ്റ് ബി ട്രൂ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് മേ ബി ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം എന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണിൽ നിന്നൊരു ലോയൽറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ പെർഫെക്റ്റ് ആവണം എന്നല്ല, ബട്ട് അവർ നിങ്ങളോട് ലോയലായിരിക്കണം, നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അവരും എവിടെയോ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ,
മാരേജ് യെസ് ലെറ്റ്സ് ബി ടുഗെദർ ഫോർ എവർ യെസ് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ളവർക്ക് മാരേജ് കൂടി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സോ ലോയൽറ്റി യെസ് മേ ബി യെസ് അവർ നിങ്ങളോട് ലോയലാണ് എന്നൊരു സൈൻ കൂടിയായിരിക്കാം. ആത്മാർത്ഥതയുള്ള ആണ്, ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അവരെ എന്നാണ്. ഒപ്പോസിങ് കാൺ ട്രസ്റ്റ് യു എനി മോർ, യു ആർ എ ലയർ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അവർ ചില കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞു കാണാം, എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി കാണാം. സോ നിങ്ങളിപ്പോൾ ഐ തിങ്ക് ആ ട്രസ്റ്റ് നിങ്ങളുടെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മളിവിടെ ലോയൽ എന്ന് പറഞ്ഞിരുന്നു. എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നത് ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നിങ്ങളോട് ചെറിയ കള്ളങ്ങളോ എന്തെങ്കിലും പറഞ്ഞു കാണാം. സോ ആ കാര്യങ്ങൾ കൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്കിപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട്. Let's see. സെർച്ച് ട്രൈങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങൾ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ദേഷ്യം വന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ത്രൂവോ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ ത്രൂ ഒക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മേ ബി നേരിട്ട് പറയുന്നുണ്ടാവില്ല, ബട്ട് ഐ തിങ്ക് അവർ സംസാരിക്കാനോ മീൻസ് അവർ പലരിടത്തു നിന്നും നിങ്ങളെക്കുറിച്ച് ഇൻഫർമേഷനൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് സ്റ്റോക്കിങ്ങിൻ്റെ ഒരു എനർജി പറയാം. ഹാർട്ട് ബ്രേക്ക് യെസ് ഐ ഹേറ്റ് മൈസെൽഫ് ഫോർ ബിലീവിങ് യു അഗൈൻ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് വളരെയധികം ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെ പേഴ്സൺ എവിടെയെങ്കിലും തേർഡ് പാർട്ടി ആയിരിക്കാം, ചീറ്റ് ചെയ്തായിരിക്കാം, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ ഇപ്പോൾ തീരെയും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല, കുറച്ച് പേർക്കുള്ളതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ബ്രേക്ക് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കൺട്രോൾ യുവർ ഓൺലി മൈൻഡ് ബി ഇൻ യുവർ ലിമിറ്റ്സ്. ഓക്കെ, ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നവർക്ക് തോന്നി കാണാം. ഓക്കെ, അതായത് അവർ വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ജലസൊക്കെ ആയിട്ടുണ്ടാവാം, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നവർക്ക് തോന്നിക്കാണാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇതുപോലെ ചിലപ്പോൾ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് കാണാം. അതായത് നിങ്ങൾ ആരോടും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു കൺട്രോൾ നിങ്ങളുടെ മേലെ വെക്കാനും ശ്രമിച്ച് കാണാം. സോ ചിലതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതാണ് നിങ്ങൾക്ക് മാച്ച് ആവുക ഏതല്ലാത്തതെന്നൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കുക. കാരണം ഇതിങ്ങനെ റാൻഡമായിട്ട് വരികയാണ്, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. സോ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ എവിടെയോ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു വാർണിംഗ് കൂടിയാണ്. ഫേക്ക് എന്ന് കാണുന്നുണ്ട്. യു ആർ നോട്ട് ദ വൺ ഐ ലൗഡ്, യു ആർ ചേഞ്ച് ഡിയർ യുവർ ഫേക്ക്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയുന്നതായിരിക്കാം. എവിടെയോ ഒരു ഫേക്കിൻ്റെ കാര്യം വരുന്നുണ്ട്, ചീറ്റിങ്ങിൻ്റെ എനർജി വരുന്നുണ്ട്. സോ എവിടെയോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ലയർ നുണ പറയുന്ന കാര്യം പറഞ്ഞിരുന്നു. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കളവ് പറഞ്ഞു കാണാം, ഓക്കെ, എന്തെങ്കിലും ചീറ്റ് ചെയ്ത് കാണാം, നിങ്ങൾക്ക് തോന്നുന്നത് അവർ ഫേക്കാണ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ തോന്നുന്നുണ്ട്. രണ്ടും ആവാട്ടോ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ എനർജീസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, സോ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. മിസ്ട്രസ്റ്റ് അഗൈൻ. യുവർ ഡൗട്ട് ഇസ് കില്ലിങ് ദ ട്രസ്റ്റ് ബിറ്റ്വീൻ അസ്. ഓക്കെ, അവർ പറയുന്നത് ആക്ച്വലി അവർ ട്രസ്റ്റ് വർതി ആണ് എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടാണ് ഇതിലിവിടെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, എന്തെങ്കിലും അവർ ചെയ്ത് കാണും ഡെഫിനറ്റ്ലി. എന്തെങ്കിലും നുണ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കി കാണും. അത് ഒരിക്കൽ നമ്മുടെ ഒരു ചെറിയൊരു കാര്യമായാലും ഒരിക്കലും അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിക്കും ട്രസ്റ്റ് തന്നെ പോവും, അത് സത്യമാണ്. ബട്ട് അവർ ഫീൽ ചെയ്യുന്നത് അതിൽ നിങ്ങൾ വീണ്ടും വീണ്ടും സംശയിക്കുമ്പോഴാണ് ഇവിടെ പ്രോബ്ലം വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ശൈല ശരിയെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല, ബട്ട് ഐം ജസ്റ്റ് സെയിങ്. ഓക്കെ, സ്പൈങ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് യു. ഇത് നിങ്ങളെക്കുറിച്ച് അവർ ഇൻഫർമേഷൻ ഞാൻ നേരത്തെയും പറഞ്ഞു, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളും അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഇത് രണ്ട് എനർജിയും ഐ തിങ്ക് മിക്സ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, എനിക്ക് കുറച്ച് അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അവരും നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇതിൻ്റെ മുന്നോട്ട് വേറെന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്? ലാസ്റ്റ് ക്ലാരിഫിക്കേഷൻ. ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈസെൽഫ്, ഐ നോ ഐ എം റൈറ്റ്. ഓക്കെ, എവിടെയോ അവർ ഒരുപാട് മേ ബി നിങ്ങൾ തമ്മിൽ വന്ന അകൽച്ച. യെസ്, ഐസൊലേഷൻ, ലീവ് മീ അലോൺ. ഇവിടെ അഗൈൻ എനിക്ക് കാണുന്ന സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. സോ നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന മെസ്സേജ് എനിക്കിപ്പോൾ കൂടുതൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും അവർ ചെയ്തിട്ടായിരിക്കും ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഡൗട്ട് പക്ഷെ മേ ബി ഇനിയിപ്പോൾ പേഴ്സൺ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അത് സിറ്റുവേഷൻ അവർ ക്ലാരിഫിക്കേഷൻ തരുന്നില്ല നിങ്ങൾക്ക്. അതായത് അവർ പറയുന്നത് ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞിരിക്കുകയാണ് അവർ. നിങ്ങളോട് ക്ലാരിഫിക്കേഷൻ തരില്ല എന്ന് പറഞ്ഞിട്ടൊരു വാശി പോലെയാണ്. സോ ഇവിടെ ആ ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ ഇന്നത്തെ മെയിൻ ഒരു തീമായിട്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അവർ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ ത്രൂ തന്നെ കിട്ടുമോ നോക്കാം. അവരെ ട്രസ്റ്റ് ചെയ്യണോ എന്നൊരു സിറ്റുവേഷൻ, ഒരു ക്വസ്റ്റൻ ഒന്ന് എടുത്ത് നോക്കാം. എക്സ്പെക്ടേഷൻ.
വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു മാപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ ചെയ്തു പോയിട്ടുണ്ട് തെറ്റ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ നിങ്ങളോട് ഒബ്സസ്ഡ് ആണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നവർക്ക് നിങ്ങളോട് ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ട് നമ്മൾ കണ്ടിരുന്നു. പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ആൻഡ് ഫോർ എവർ. യെസ്, അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് ഒബ്സഷൻ തന്നെയുണ്ട്. അവർക്ക് ശരിക്കും നിങ്ങളെ അത്രയും അഡിക്ഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് അത്രയും അട്രാക്ഷൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ അവർ നിങ്ങളുടെ അടുത്തൊരു മാപ്പ് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. അതായത് അവർ മെസ്സേജ് ഇട്ട് കാണില്ല, ബട്ട് എവിടെയോ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളവരെ മനസ്സിലാക്കണം എന്ന്. ആൻഡ് ഇവിടെ ഫ്രജൈൽ കാണുന്നുണ്ട്. യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. സോ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എവിടെയോ അവരുടെ ഹാർട്ട് നിങ്ങളുടെ തന്നെയാണ് എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് മുമ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എവിടെയോ അവർ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ വരുന്നത്. ലാസ്റ്റ് കാർഡ്, വ്യൂവേഴ്സ് അവരെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യണോ ഈ സിറ്റുവേഷനിൽ? അഗൈൻ നേരത്തെ ബാക്കിലുണ്ടായിരുന്നതാണ്. ഓക്കെ, ഇവിടെ അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. യെസ്, അവർക്ക് ഐ തിങ്ക് നിങ്ങളോട് തന്നെയാണ് സ്നേഹം. ആൻഡ് ഇവിടെ ഡിപ്പെൻഡൻസ് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വിട്ട് നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. ഐ എം അഡിക്റ്റഡ് ടു യു, കാൺ സ്റ്റോപ്പ് മിസ്സിങ് യു ആൻഡ് ലവിങ് യു. യെസ്, സോ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ആ ലവ് എന്നുള്ള മെസ്സേജും അവർ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്നുള്ള മെസ്സേജസും വരുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ്, ഡിവൈൻ ലവ്, ഐ എം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ. യെസ്, നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ ആണ്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് ഇപ്പോൾ അവർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ മാറുന്നുണ്ടാവാം. എന്നാലും ചെയ്ത തെറ്റുകൾ തെറ്റല്ല എന്ന് വരില്ല. സോ സിറ്റുവേഷൻ നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ ഹോൾഡിംഗ് ഓൺ ഉണ്ട്. ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ടൈം എടുക്കുക. ഓക്കെ, നിങ്ങൾ ടൈം എടുത്ത് ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി. ബട്ട് പേഴ്സൺ ഐ തിങ്ക് എവിടെയോ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, സോ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മേ ബി ഒരു മെസ്സേജിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, ബട്ട് ചെയ്യേണ്ട. ഓക്കെ, അവർ വരട്ടെ. സോ എന്തായാലും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് സമാധാനത്തിൽ വെയിറ്റ് ചെയ്യാം തൽക്കാലം. എല്ലാം നല്ലതായിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.